ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ PDF ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്, അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ കേസിലെ PDF അല്ലെങ്കിൽ PMF-ഉം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനുമാണ്. ഇവിടെ റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആകുമ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻസിലും എന്ത് മാറ്റമാണ് വരുന്നത്? അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ PDF ഇതിനെ നമ്മൾ സ്മോൾ f(x) കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ PDF-നെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: f(x) is equal to limit dx tends to 0 probability x less than capital X less than x plus dx divided by dx. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷനെയാണ് നമ്മൾ f(x) എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. f(x) എന്ന് പറയും. അതിന്റെ ഡെഫിനിഷനാണിത്. അപ്പോൾ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ആയാലും പ്രശ്നമില്ല. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമ്മൾ ക്യാപിറ്റൽ f(x) എന്ന് ഡിനോട്ട് ചെയ്യും. അതിന്റെ ഡെഫിനിഷൻ പഴയതുപോലെ തന്നെയാണ്: പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ഏത് റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെന്നുള്ളത് നമ്മൾ സഫിക്സ് ആയിട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെയും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെയും ഡെഫിനിഷൻ. ഇത് കൂടാതെ നമുക്കൊരു റിസൾട്ട് പഠിക്കാനുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തും കണ്ടുപിടിക്കാം. അതായത് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ആ പ്രോബബിലിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഡെൻസിറ്റി ഫംഗ്ഷനെ -∞ ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഇങ്ങനെയും എഴുതാം: ഡെൻസിറ്റി ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. അതും ഒരു റിസൾട്ടാണ്. കൂടാതെ നമുക്ക് വേറൊരു റിസൾട്ട് പഠിക്കാനുള്ളത്, പ്രോബബിലിറ്റി a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇത് നമ്മൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ കേസിൽ നമ്മൾ ഇതിനെ f(b), അതായത് f(x)(b) മൈനസ് f(x)(a) എന്ന് പഠിച്ചായിരുന്നു. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇത് ശരിയാണ്. കൂടാതെ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇത് തന്നെയാണ്. f(x)(b) മൈനസ് f(x)(a) ആണ്. പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെന്റ് രണ്ടും ലെസ് ദാൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയാലും ഇത് ശരിയാണ്. കൂടാതെ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി ആയാലും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഈ റിസൾട്ട് ശരിയാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ കേസിൽ ഇത് മാത്രമാണ് ശരിയാവുന്നത്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ കേസിൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം ശരിയാവും. കാരണം റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആകുന്നതോടുകൂടി ഈ ഇക്വാലിറ്റിക്ക് സ്ട്രിക്ട്ലി ലെസ് ദാൻ അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എന്നുള്ളതിന് പ്രാധാന്യം ഇല്ലാതെയാവും. സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും കണ്ടിന്യൂസ് കേസിൽ നമ്മൾ ഒരുപോലെയാണ് പരിഗണിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ, അതായത് എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള എക്സിന്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഒരിക്കലും ഒരു പോയിന്റിലെ പ്രോബബിലിറ്റി 0 ആകണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന്റെ കേസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ഇത്രയുമാണ് അവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. വേറൊന്ന് പറയാനുള്ളത്, നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ പ്രോബബിലിറ്റി a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി നമ്മൾ പറഞ്ഞു f(b) മൈനസ് f(a) ആണെന്ന്. അത് തന്നെ വേറൊരു രീതിയിൽ പറയാം, എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷനെ ഈ റേഞ്ചിൽ a to b ഇന്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് ആ പ്രോബബിലിറ്റിയാണ് കിട്ടാൻ പോകുന്നത്.
അത് തന്നെയാണ് പ്രോബബിലിറ്റി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിക്കും സെയിം റിസൾട്ട് ആയിരിക്കും. ഈ ഇനീക്വാലിറ്റി സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും നമുക്ക് കണ്ടിന്യൂസ് കേസിൽ ആ പ്രോബബിലിറ്റി ഈ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു എക്സ് എന്ന റാൻഡം വേരിയബിളിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. We have to find the distribution function of x and probability x less than or equal to half, probability 1/4 less than or equal to x less than or equal to 3. അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക് മാത്രമാണ് 2x എന്ന് തന്നിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും ഡെൻസിറ്റി ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുമ്പോഴും എക്സിന്റെ റേഞ്ച് ഇങ്ങനെ തന്നെയാണ് തിരിക്കേണ്ടത്. ഒന്നാമത്തെ കേസിൽ എക്സ് ഈ ഭാഗത്ത് വരും, 0 ലെസ് ദാൻ അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ റേഞ്ച് എഴുതുമ്പോൾ എപ്പോഴും ലോവർ ലിമിറ്റ് വേണം ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ. അതുകൊണ്ട് ഇവിടെ എക്സ് ലെസ് ദാൻ 0 എന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തെ കേസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1, അതായത് എക്സ് ഈ ഭാഗത്ത് വന്നാൽ. മൂന്നാമത്തെ കേസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയാൽ. ഈ മൂന്ന് കേസിലാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കേസ് നോക്കുക, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ ഡെൻസിറ്റി ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താണ്. അതായത് -∞ മുതൽ 0 വരെ എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. -∞ മുതൽ 0 വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 തന്നെയാണ്. അതുകൊണ്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്താലും 0 കിട്ടും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. രണ്ടാമത്തെ കേസ് നോക്കുക, 0ക്കും 1നും ഇടയ്ക്കാണ് എക്സ്. അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടാൻ -∞ മുതൽ ആ എക്സ് വരെ എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ -∞ മുതൽ ആ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ -∞ മുതൽ 0 വരെ ആ എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക, പിന്നീട് 0 മുതൽ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ -∞ മുതൽ 0 വരെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അടുത്തത് 0 ടു എക്സ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അവിടെ 2x ആണ്. അപ്പോൾ അത് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2x²/2, അതായത് x² എന്ന് വരും. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ അവിടെ x² ആണ്. മൂന്നാമത്തെ റേഞ്ച് നോക്കുക, എക്സ് 1 മുതൽ ഇൻഫിനിറ്റി വരെ ആയാൽ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് -∞ മുതൽ എക്സ് വരെയുള്ള ഡെൻസിറ്റി ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ -∞ മുതൽ എക്സ് വരെ എന്ന് പറയുമ്പോൾ ആ എക്സ് 1നും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാണ്. അപ്പോൾ അതിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് -∞ ടു 0 എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ 0 ടു 1 എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ 1 ടു എക്സ് എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തേത് 0 ആണ്, അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട. രണ്ടാമത്തെ കേസ് 0 ടു 1 എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 ടു 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2x ആണ്. ഓക്കെ, അടുത്ത കേസിൽ 1 ടു എക്സ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് അത് 0 ആയി പോകും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x²/2, 0 ടു 1 ലിമിറ്റ് കൊടുക്കുമ്പോൾ 1. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ അവിടെ 1 ആണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്ത നമുക്കറിയേണ്ടത് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. നമ്മൾ ഇത്തരം പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് എഫ് ഓഫ് 1/2 കണ്ടുപിടിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എഫ് ഓഫ് 1/2ന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് 1/2. 1/2 എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. അതായത് 0ക്കും 1നും ഇടയ്ക്കാണ് 1/2. അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ x² ആണ്. അപ്പോൾ എഫ് ഓഫ് 1/2, അതായത് അവിടുത്തെ എഫ് ഓഫ് എക്സ് x² ആണ്. അതായത് എഫ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ 1/2², ദാറ്റ് ഇസ് 1/4. അടുത്തത് പ്രോബബിലിറ്റി 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/4. ഇത് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ കേസിൽ
ഇത്തരം പ്രോബബിലിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടെങ്കിൽ എഫ് ഓഫ് 3/4 മൈനസ് എഫ് ഓഫ് 1/4 ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ എഫ് ഓഫ് 3/4 എന്ന് പറയുന്നത് നമുക്കറിയാം 3/4 സ്ക്വയർ മൈനസ് എഫ് ഓഫ് 1/4 എന്ന് പറയുന്നത് 1/4 സ്ക്വയർ, ദാറ്റ് ഇസ് 9/16 മൈനസ് 1/16, 8/16 ഓർ 1/2. ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം, ഡെൻസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചും ചെയ്യാം. അതായത് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കുക, ഡെൻസിറ്റി ഫംഗ്ഷൻ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് കണ്ടുപിടിക്കാൻ നമ്മൾ എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷനെ ആ റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏത് റേഞ്ചിൽ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. അതായത് നമുക്ക് ഡെൻസിറ്റി ഉള്ളത് 0 to 1 ആണ്, അതുകൊണ്ട് 0 മുതൽ ഹാഫ് വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഇന്റഗ്രൽ 0 to half എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2x. അപ്പോഴും 1/4 തന്നെ കിട്ടും. അടുത്ത പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ പ്രോബബിലിറ്റി 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/4 കണ്ടുപിടിക്കാൻ 1/4 to 3/4 എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് 1/4 to 3/4 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2x ആണ്, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ വിത്തിൻ ദ ലിമിറ്റ് 1/4 to 3/4. അപ്പോഴും 3/4 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയർ എന്ന് തന്നെ കിട്ടും. നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ തന്നെ 1/2. ഇങ്ങനെയും ചെയ്യാം.